ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം 2ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിവിഷനാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചിത്രം ദൃഷ്ട്വാ പദാനി യോജയതോ വദതു ച. ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ആ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വാക്കുകൾക്ക് നേരെ യോജിപ്പിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടത്. ആദ്യത്തേത് മേഘത്തിൻ്റെ ചിത്രമാണ് അല്ലേ. മേഘഹ എന്നതിലേക്കാണ് അപ്പോൾ നമ്മൾ യോജിപ്പിക്കേണ്ടത്. അടുത്തത് കേദാരഹ. കേദാരഹ എന്നാൽ നെൽവയൽ, അത് അതിൽ തന്നെ യോജിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേതായിട്ട് തോണിയുടെ ചിത്രമാണ് അല്ലേ. തോണിക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുക? നൗക എന്നാണ് പറയേണ്ടത്. അടുത്തതാണ് മത്സ്യം. മത്സ്യത്തിന് സംസ്കൃതത്തിൽ മീനഹ എന്നാണ് പറയുക. അടുത്തതാണ് മരം. മരത്തിന് വൃക്ഷഹ എന്നാണ് പറയുന്നത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുകയും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് കൂടി ഇടണേ. അടുത്ത പ്രവർത്തനമാണ് അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഇവിടെ ഒരു അക്ഷരം നൽകിയിട്ടുണ്ട്. ഏത് അക്ഷരമാണെന്ന് അറിയാമോ? ഈ അക്ഷരത്തിൻ്റെ പേരാണ് വ. ഇവിടെ തന്നിട്ടുള്ള അക്ഷരമാണ് വ എന്ന അക്ഷരം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വ എന്ന അക്ഷരം കുത്തുകളിലൂടെ വരച്ച് യോജിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ വ എന്ന അക്ഷരത്തിന് നിറം നൽകുകയും ചെയ്യണം. അടുത്തതാണ് അക്ഷരം പൂരയതു വർണ്ണേന ലേപയതു ച. ഇവിടെയും നമുക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. ആ വാക്കിൽ ഒരക്ഷരം മാത്രം കുത്തുകളിലൂടെ യോജിപ്പിക്കാനുണ്ട്. ഏതക്ഷരമാണത്? നമ്മളിപ്പോൾ പറഞ്ഞ അതേ അക്ഷരം തന്നെയാണല്ലോ, വ എന്ന അക്ഷരമാണ്. ഈ വാക്ക് വസനം എന്നാണ് വായിക്കുക. രണ്ടാമത്തെ വാക്കാണ് ജീവനം. ഈ നൽകിയിരിക്കുന്ന അക്ഷരങ്ങളിലെ വ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനമാണ് ചിത്രം ഉചിത വർണ്ണൈഹി ലേപയതു. ഇവിടെ നമുക്ക് ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. ഈ ചിത്രത്തിൽ പകുതി നിറം നൽകിയിട്ടും ബാക്കി പകുതി നിറം നൽകാതെയുമാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ചിത്രം നോക്കിയിട്ട് അനുയോജ്യമായ നിറം കൊണ്ട് കളർ ചെയ്യുക. കളറില്ലാത്ത ഭാഗങ്ങൾക്ക്, അതായത് വൈറ്റ് കളർ, വെള്ള കളറിലുള്ള ആ ചിത്രങ്ങൾക്കൊക്കെ മനോഹരങ്ങളായ നിറങ്ങൾ നൽകി ആ ചിത്രം നല്ല ഭംഗിയാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് കേദാര ആഗമനായ ജലസ്യ സഹായം കരോതു. ഇവിടെ നോക്കിക്കേ, ഒരു ചിത്രം നൽകിയിരിക്കുന്നത് കാണാനില്ലേ. ഇവിടെ എന്തൊക്കെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഒരു ജലാശയത്തിൻ്റെ ചിത്രമുണ്ട് അല്ലേ. അതായത് വെള്ളത്തിൻ്റെയും ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് കുറച്ച് വഴികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കൃഷിയുടെ ഒരു ചിത്രവും ഉണ്ട് അല്ലേ. പച്ചക്കറികളൊക്കെ കാണാനില്ലേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പച്ചക്കറികൾക്ക് വെള്ളം വേണം. പച്ചക്കറികൾക്ക് വളരാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിൽ നിന്നും പച്ചക്കറിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനം എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്തായാലും ക്രയോൺസ് കയ്യിൽ കരുതണേ. കളറിങ് ചെയ്യാൻ എന്തായാലും പ്രവർത്തനങ്ങൾ ഒന്നിലധികമോ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കളറിങ്ങിനായിട്ടുള്ള സ്കെച്ച് പെന്നുകളോ ക്രയോൺസുകളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. ഇനി അടുത്ത പ്രവർത്തനമാണ് അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഇവിടെ നമുക്ക് പുതിയൊരക്ഷരമാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? വ എന്ന അക്ഷരമാണ്. ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള അക്ഷരം ഏതാണെന്നറിയാമോ? ഷ എന്നാണ് ഈ തന്നിരിക്കുന്ന അക്ഷരം. എന്താണ്? ഷ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുത്തുകളിലൂടെ യോജിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം. പിന്നീട് എന്ത് ചെയ്യണം? കുത്തുകളിലൂടെ യോജിപ്പിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഷ എന്ന അക്ഷരം നൽകിയിട്ടുണ്ടല്ലോ. ആ അക്ഷരത്തിന് നമ്മൾ
നിറം നൽകണം. പിന്നെ എന്ത് ചെയ്യണം നോക്കാം. അടുത്ത പ്രവർത്തനം അക്ഷരം പൂരയതു വർണ്ണേന ലേപയതു ച. ഇതേ സെയിം പ്രവർത്തനം തന്നെയാണ്. അതായത് എന്താണ്, ഇവിടെ 2 വാക്കുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. ആ വാക്കുകളാണ് ഭാഷണം എന്നും പോഷകഃ എന്നും. ഈ ഭാഷണം എന്നുള്ള വാക്കിലെ ഷ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുക. അതേപോലെ പോഷകഃ എന്നുള്ള അക്ഷരത്തിലെ ഷ എന്ന അക്ഷരത്തിനെയും കുത്തുകളിലൂടെ വരച്ച് യോജിപ്പിക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉചിതവർണ്ണൈഹി ലേപയതു. കൂട്ടുകാരെ, ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്തൊരു മനോഹരമായ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലേ. എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ? പച്ചക്കറികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ പച്ചക്കറികൾക്കും അനുയോജ്യമായ നിറങ്ങൾ നൽകുക. നല്ല ഭംഗിയായിട്ട് നിറം നൽകണേ. പുറത്തൊന്നും പോകാതെ ചിത്രത്തിനുള്ളിൽ തന്നെ നല്ല വൃത്തിയായിട്ട് ഉചിതമായ കളറുകൾ കൊണ്ട് തന്നെ നിറം നൽകുക. അടുത്ത പ്രവർത്തനമാണ് ചിത്രാണി സംഖ്യാനുസാരം രേഖയാ യോജയതു വർണ്ണൈഹി ലേപയതു ച. അതായത് ഇവിടെ സംഖ്യകൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഒരു സൈഡിൽ നമുക്ക് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, മറു സൈഡിലായിട്ട് എന്താണ്, മറ്റേ ഭാഗത്തായിട്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരെ ശരിയായ ചിത്രങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സംഖ്യകളൊക്കെ എഴുതാൻ അറിയാമായിരിക്കുമല്ലോ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് ഈ ഓണം എക്സാമിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എഴുതാൻ അറിയില്ല എങ്കിലോ അല്ലെങ്കിൽ സംഖ്യകൾ സംസ്കൃതത്തിൽ എങ്ങനെയാണ് എന്നറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിൽ സംഖ്യകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സംഖ്യകളെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. വേണമെന്നുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം എഴുതിയിട്ടുള്ളതാണ് ത്രീണി, രണ്ടാമത്തേത് പഞ്ച, മൂന്നാമത് എഴുതിയിട്ടുള്ളതാണ് ദ്വേ, നാലാമത്തേതാണ് ചത്വാരി, അവസാനം എഴുതിയിട്ടുള്ളതാണ് ഏകം. ത്രീണി എന്നാൽ എത്രയാണ്? 3. പഞ്ച എന്നാൽ 5, ദ്വേ എന്നാൽ 2, ചത്വാരി എന്നാൽ 4, ഏകം എന്നാൽ 1. അപ്പോൾ നമ്മൾക്കിനി ശരിയായതിലേക്ക് യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ശരിയായി യോജിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? സംഖ്യാം പരിചിനോദോ, സംഖ്യകളെ പരിചയപ്പെടാം. അതായത് ഇപ്പം തൊട്ട് മുന്നുള്ള പ്രവർത്തനത്തിൽ നമ്മൾ സംസ്കൃത സംഖ്യകളിനെ വാചകത്തിൽ എഴുതിയതാണ് പരിചയപ്പെട്ടത് അല്ലേ. ഇപ്പോൾ നമ്മൾക്ക് ഈ പ്രവർത്തനത്തിലൂടെ എന്താണ് ചെയ്യാനുള്ളത്? സംസ്കൃത സംഖ്യകൾ അക്കത്തിൽ എഴുതിയിട്ടുള്ളതാണ് പഠിക്കാനും പരിചയപ്പെടാനും ഉള്ളത്. ഇവിടെ നോക്കിക്കേ എല്ലാവരും, ഒരു ആൺകുട്ടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നിട്ടുള്ള സംഖ്യയാണ് 1 എന്നതിൻ്റെ സംസ്കൃത സംഖ്യയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. 2 ഗിഫ്റ്റുകൾ നൽകിയിട്ടുള്ള അതിൻ്റെ തൊട്ടടുത്തായിട്ട് എഴുതിയിട്ടുള്ള സംസ്കൃത സംഖ്യയാണ് 2 എന്നത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് 3 കുട്ടികളുടെ ചിത്രമുണ്ട്. അതിൻ്റെ നേർക്ക് എഴുതിയ സംഖ്യ ഏതാണ്? 3. 4 ബലൂണുകൾക്ക് തൊട്ടപ്പുറത്തായിട്ടുള്ള സംഖ്യ 4 എന്നും. ഐസ്ക്രീമുകൾ നോക്കിക്കേ, 5 ഐസ്ക്രീമാണ് ഉള്ളത്. 5 എന്നതിൻ്റെ സംസ്കൃത വാക്കാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 6 പൂക്കൾ, 7 പക്ഷികൾ, 8 ഇലകൾ. 9 എന്നുള്ള സംഖ്യയ്ക്ക് നേരെ തന്നിട്ടുള്ള ചിത്രം എന്താണ്? ഒരു വട്ടത്തിലുള്ള ചിത്രമാണ് അല്ലേ. അടുത്തത് 10 എന്ന സംഖ്യകൾക്ക് നേരെയുള്ള എന്താ സാധനം? മിഠായികളാണ് അല്ലേ. 10 മിഠായികൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സംഖ്യകൾ നോക്കിയിട്ട് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എഴുതാനും കൂടി ഒന്ന് പഠിച്ചോളൂ കേട്ടോ. പിന്നെ അടുത്ത പ്രവർത്തനം റിക്തസ്ഥാനെ ഉചിതാം സംഖ്യാം പൂരയതോ. ഇവിടെ നോക്കിക്കേ, നമ്മളിപ്പോൾ പഠിച്ചില്ലേ, അതേ പ്രവർത്തനം തന്നെയാണ് ഈ പൂവിന് നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെ എന്താണ്?
ഇടയിലിടയിലുള്ള സംഖ്യകൾ മാത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ഡാഷ് ഇട്ട സ്ഥലത്ത് നമ്മൾ സംസ്കൃത സംഖ്യകൾ പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സംഖ്യകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ സംസ്കൃത സംഖ്യകളാണ് പൂരിപ്പിക്കേണ്ടത്. അടുത്ത പ്രവർത്തനം അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഇവിടെ ഒരു അക്ഷരം തന്നിട്ടുണ്ട്. ഏതാണ് ആ അക്ഷരം? ട എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര്. എന്താണ് ട? ഈ ട എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതിന് നിറം നൽകുകയും ചെയ്യുക. അടുത്ത പ്രവർത്തനമാണ് അക്ഷരം പൂരയതു വർണ്ണേന ലേപയതു ച. ഇവിടെ ട ഉപയോഗിച്ചിട്ട് 2 വാക്കുകൾ നൽകിയിട്ടുണ്ട്. ആ വാക്കുകളാണ് ഘടന എന്നും നാടകം എന്നും. ഈ ട എന്നുള്ള അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിച്ച വാക്ക് പൂർത്തിയാക്കുക. സംസ്കൃതം 2ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. തീർച്ചയായും വളരെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോയാണേ. അടുത്ത പ്രവർത്തനമാണ് നീടം പ്രതി ചടകായി മാർഗം ദർശയതു. ഈ അമ്മക്കിളിക്ക് അതിൻ്റെ കുട്ടികളുടെ അടുത്തെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിൽ ചെയ്യാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടാനും ആരും മറക്കല്ലേ.